നമസ്കാരം, യമുനാസ് ഫിസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഇന്ന് അതിൻ്റെ കൂടെ ഒരല്പം ഒരു ചെറിയ ഡയോഡും കൂടെ ചേർത്ത് 2 ഡയോഡ് ഉപയോഗിച്ച് നമ്മളൊരു ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഹാഫ് വേവിൻ്റെ ഒരു ന്യൂനത, ഹാഫ് വേവ് ആകുമ്പോൾ ഹാഫ് വേവ് ആണ് റെക്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ശരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ എടുത്ത് ഹാഫ് വേവ് റെക്ടിഫയർ കണ്ടതിന് ശേഷമേ ഇത് കാണാവുള്ളൂ. കാരണം അതിനകത്ത് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ ഒരല്പം അഡീഷൻസ് മാത്രമേ പറയുന്നുള്ളൂ, ആവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് കാണുക. ഓക്കെ, ശരി. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കറിയാം ഒരു ഡയോഡേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഡയോഡും നമ്മുടെ ഇത് ബാക്കിയൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അഡീഷണൽ ആയിട്ടുള്ളത് ഒരു ഡയോഡും കൂടെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കൂടെ ചേർത്തു എന്നല്ലാതെ മറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇനി അത് ചേർത്ത രീതിയാണ് പ്രധാനം. എങ്ങനെയാണത് ചേർത്തത് എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഡയോഡിൻ്റെ സിമ്പിൾ തന്നെ കാണിക്കുന്നത് അതിൻ്റെ കറണ്ട് ഡയറക്ഷനെയാണ്. അപ്പോൾ ഈ ഡയോഡിൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഒഴുകുക? ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ആരോ നോക്കൂ, ഇങ്ങോട്ടാണ് ആരോ നിൽക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോ ദേ ഇങ്ങോട്ടാണ്. അതുപോലെ തന്നെ ഈ ഡയോഡിനും ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഈ ആരോ ഇങ്ങനെ ഇടത്തോട്ട്. കറണ്ട് അങ്ങനെയാണ് ഇതിൽ കൂടെ ഒഴുകുക. ഓക്കെ, അപ്പോൾ ഈ 2 ഡയോഡ്സിൻ്റെയും കൺസ്ട്രക്ഷനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ സർക്യൂട്ടിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്നാണ്. എങ്ങനെ വെക്കുകയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ കറണ്ട് ഒഴുകേണ്ടത് ആ ദിശയിലാണ് വെക്കേണ്ടത്, അത്രമാത്രം. അപ്പോൾ ഒരു ഡയോഡിനെ സംബന്ധിച്ച് ഈ ട്രയാങ്കിൾ വരുന്ന സൈഡ് പോസിറ്റീവും ഈ ലൈൻ വരുന്ന സൈഡ് നെഗറ്റീവും. നിങ്ങൾക്കങ്ങനെ ഓർത്ത് വെക്കണമെങ്കിൽ ഈ മൈനസ് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ മൈനസ് സാധാരണ എഴുതുന്നത് ഇങ്ങനെയാണ്, മൈനസ്. അപ്പോൾ അതാണ് ഈ ലൈൻ. ഇത് പോസിറ്റീവ് സൈഡ്. അതുപോലെ തന്നെ ഇത് നെഗറ്റീവ് സൈഡ്, ഇത് പോസിറ്റീവ് സൈഡ് ഒരു ഡയോഡിനെ സംബന്ധിച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഡയോഡിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ പറയുക. അത് ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് കറണ്ട് ഫ്ലോ, ഞാൻ പറഞ്ഞു ഇതൊരു ആരോ ഹെഡാണ്. ഈ ആരോ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് കറണ്ട് പോവുക. അത്ര മാത്രമേ നമുക്കതിൽ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സർക്യൂട്ട് തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ അതേ സർക്യൂട്ട് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. ആകെ ഒരു ഡയോഡും കൂടെ ചേർത്തു. ഒരു ഡയോഡ്, നേരത്തെ ഒരു ഡയോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഡയോഡും കൂടെ ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ ലോഡ് വന്നിരുന്ന സ്ഥലം എവിടെയായിരുന്നു? ഇതിന് സീരീസ് ആയിട്ടായിരുന്നു. നമ്മളിതിന് സീരീസ് ആയിട്ട് ഇവിടെ ഇങ്ങനെയാണ് ലോഡ് വന്നിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ലോഡിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് നോക്കിയേ. ഒരു സെൻറ്റർ ടാപ്പ് നമ്മൾ പറയും. ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയാണ്. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. ഈ സെക്കൻഡറിയിൽ ഇപ്പോൾ 4 വൈൻഡിങ്സ് ആണുള്ളതെങ്കിൽ അതിൻ്റെ നേരെ പകുതി വൈൻഡിങ്ങിൽ നിന്ന്, അതായത് വൈൻഡിങ് പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആണെന്ന് നമുക്കറിയാം. ട്രാൻസ്ഫോമർ റേഷ്യോ വെച്ച് നമുക്കറിയാം വോൾട്ടേജ് എപ്പോഴും അതിൻ്റെ ടേണിന് ആനുപാതികമാണ്. അപ്പോൾ എത്ര വോൾട്ടേജ് ഇവിടെ ഉണ്ടോ അത്രയും ടേൺ അതിനാനുപാതികമാണ്. അപ്പോൾ ഇവിടെ 4 ടേൺ തരുന്ന വോൾട്ടേജ് എത്രയോ ആവട്ടെ, 2 ടേൺ അതിൻ്റെ പകുതി വോൾട്ടേജ് ആയിരിക്കും തരിക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ഡയോഡ് വർക്ക് ചെയ്യാൻ ഒരു മിനിമം ഫോർവേഡ് ബയാസിങ് ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു പോസിറ്റീവിലേക്ക് പോസിറ്റീവും നെഗറ്റീവിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേര് ഫോർവേഡ് ബയാസ്. പോസിറ്റീവിലേക്ക് നെഗറ്റീവും നെഗറ്റീവിലേക്ക് പോസിറ്റീവും കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേര് റിവേഴ്സ് ബയാസ്. ഡയോഡിൻ്റെ പ്രത്യേകത യൂണി ഡയറക്ഷനിലാണ്. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അതാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ സെക്കൻഡറി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഭാഗത്തുനിന്ന് അതിൻ്റെ സെൻറ്റർ ടാപ്പ്, അതായത് നമ്മൾ പറയുന്ന പേരാണ് സെൻറ്റർ ട്രാപ്പ് ഓഫ് ദ ട്രാൻസ്ഫോമർ.
ഈ ട്രാൻസ്ഫോമറിൻ്റെ മധ്യത്തിലുള്ള സെക്കൻഡറി വയർ ഇപ്പോൾ എത്ര ചുറ്റാണോ അതിൻ്റെ നേർ പകുതി ചുറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കണക്ഷനും കൂടെ പുറത്തേക്ക് വലിക്കുന്നു. അതിനെയാണ് നമ്മൾ സെൻറ്റർ ടാപ്പ് എന്ന് പറയുക. അപ്പോൾ സെൻറ്റർ ടാപ്പിൽ നിന്നും ഒരു വയർ എടുക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെ പോസിറ്റീവ് ടെർമിനൽസ് ചേർത്ത് ഒരു വയർ എടുക്കുന്നു. അത് രണ്ടും കൂടെ ഈ ലോഡിലേക്ക് കൊടുക്കുന്നു. ഇത് നമ്മൾ നേരത്തെ എഴുതിയിരുന്നതാണ് ലോഡ്. ലോഡെന്ന് പറഞ്ഞാൽ ആരാണോ നമ്മുടെ സർക്യൂട്ടിൽ കറണ്ട് ഉപയോഗിക്കുന്ന ആൾ, അതിനെയാണ് ലോഡ് വലിക്കുന്ന ആൾ. കറണ്ട് വലിക്കുന്ന ആളിനെയാണ് നമ്മൾ ലോഡെന്ന് പറയുക. അപ്പോൾ നമ്മൾ ലോഡ് കൊടുത്ത സ്ഥലം ഒന്ന് ചെറുതായിട്ട് മാറ്റി. ലോഡ് എന്താ എവിടെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്? സെൻറ്റർ ടാപ്പിനും ഈ രണ്ട് ഡയോഡ്സിൻ്റെയും കോമൺ ടെർമിനൽ, ഇത് രണ്ടുപേരുടെയും കൂടെ കോമൺ ആണ്. ഇതാ ഈ D1 എന്ന് പറയുന്ന ഡയോഡും D2 എന്ന് പറയുന്ന ഡയോഡിൻ്റെയും കോമൺ ടെർമിനലാണിത്. ഈ കോമൺ ടെർമിനലും ഈ സെൻറ്റർ ടാപ്പിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. അതാണ് നമ്മൾ വരുത്തിയ മാറ്റം. മാത്രവുമല്ല, നമ്മൾ 2 ഡയോഡ് ഉപയോഗിച്ചു, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കണക്ഷൻസൊക്കെ അതേപോലെയാണ്, ഒന്നും മാറ്റിയിട്ടില്ല. ക്ലിയർ? ഇനി അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു റെക്ടിഫയർ എന്തിനുള്ളതാണ്? AC-യെ DC ആക്കാം. അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. അതേ അഡാപ്റ്റർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരേ ഒരു വ്യത്യാസം, ഒരു ഡയോഡിന് പകരം 2 ഡയോഡ് വെച്ചിട്ടുണ്ട്. ഇത് ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാൾ ഇരട്ടി എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യപ്രാപ്തി തന്നെയല്ലേ. അപ്പോൾ നേരത്തത് ഹാഫ് വേവ് ആണ് റെക്ടിഫൈ ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഫുൾ വേവ് റെക്ടിഫൈഡ് ആണ്. അതാണ് അതിൻ്റെ എഫിഷ്യൻസി കൂടാൻ കാര്യം. ഇനി എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട്സൊക്കെ നമുക്കറിയാം. ഇതാണ് ഇൻപുട്ട് AC എന്ന് ഉദ്ദേശിക്കുന്നത്. AC ഇൻപുട്ട്, നമുക്ക് AC ആണ് ഇൻപുട്ട്. ഇത് AC ആണല്ലോ, AC ഇൻപുട്ടാണ്. ഈ AC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡിന് ഈ ലോഡിൽ കൂടെ വരുന്ന കറണ്ടിൻ്റെ കാര്യമാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഔട്ട്പുട്ട്. ലോഡാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ വേവ് ഫോം. അപ്പോൾ ഇത് ഇൻപുട്ടിൻ്റെ വേവ് ഫോം, ഇത് ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോം. അപ്പോൾ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ റെക്ടിഫൈഡ് ആയി കിട്ടിയത്? ഇത് നോട്ട് റെക്ടിഫൈഡ് വേവാണ്, ഇത് റെക്ടിഫൈഡ് വേവാണ്. ഈ വേവിൽ നിന്ന് ഇതെങ്ങനെ വന്നു എന്നാണ് നമുക്കറിയേണ്ടത്. അത് വളരെ ഒരൊറ്റ വാചകമുള്ള അതിൽ പറയാൻ ആകെ. AC നമ്മൾ ഓണാക്കുന്നു. നമുക്കറിയാം AC-യുടെ പ്രത്യേകത എന്താ? ഒരു നിശ്ചിത സമയം അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും കറക്റ്റ് അതേ സമയം തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ്. എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഇതിങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ആദ്യം അറിയേണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. എങ്കിൽ കൂടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ എത്തുന്നത് ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ടെർമിനലിൽ പോസിറ്റീവ് വോൾട്ടേജ് ആണെങ്കിൽ ഈ ടെർമിനലിൽ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. ഒന്നുകൂടെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഡയോഡ് D1-ൻ്റെ ലെഫ്റ്റ് എൻഡ് പോസിറ്റീവിലും D2-ൻ്റെ ലെഫ്റ്റ് എൻഡ് നെഗറ്റീവിലുമായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് രണ്ടും ഒരേ ബയാസ്ഡ് ആണ്, ഫോർവേഡ് ബയസ്. അതായത് നെഗറ്റീവ് ഓഫ് ദ AC ഗിവൺ ടു ദ നെഗറ്റീവ് ഓഫ് ദ ഡയോഡ്, അത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ആ സമയത്ത് അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇയാൾ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും, ഇയാൾ ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡ് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ ആ സമയത്ത്. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഹാഫ് സൈക്കിളിനെ കടത്തിവിടും. അപ്പോൾ ഈ ഹാഫ് സൈക്കിൾ ഇതിൽ കൂടെ കറണ്ട് കടന്നു പോകും. എപ്പോൾ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D2 ആണ് കറണ്ട് കടത്തിവിടുന്ന ഡിവൈസ്. അടുത്തത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുക? നേരെ തിരിഞ്ഞു വരും. നേരെ തിരിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ പോസിറ്റീവ് വന്നു, ഇനി റിവേഴ്സ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ പോയിന്റിൽ നെഗറ്റീവ് ആവുകയും ഇത് പോസിറ്റീവ് ആവുകയും ചെയ്യും.
അപ്പോൾ D1 ഫോർവേഡ് ബയാസ്ഡും D2 റിവേഴ്സ് ബയാസ്ഡും ആവുന്നു. അപ്പോൾ ആരാ കറണ്ട് കടത്തി വിടുന്ന ആൾ? ഫോർവേഡ് ബയാസിലുള്ള D1. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. അപ്പോൾ D1 റിവേഴ്സ് ബയാസ്ഡ്, D2 ഫോർവേഡ് ബയാസ്ഡ്. ഫോർവേഡ് ബയാസ്ഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്ലസ് പ്ലസ് മൈനസ് മൈനസ് അങ്ങനെ വരുന്നതിനെയാണ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ പഴയതുപോലെ D2 കണ്ടക്ട് ചെയ്യും, ഇത് കണ്ടക്ട് ചെയ്യും. കാരണം ഇത് പോസിറ്റീവ് ആവുമ്പോൾ ഈ എൻഡ് നെഗറ്റീവാണ്. നെഗറ്റീവ് നെഗറ്റീവ് ഫോർവേഡ് ബയാസ്ഡ്, പോസിറ്റീവ് നെഗറ്റീവ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും, D2ൽ കൂടെ കറണ്ട് പോവും. D1 ആ സമയത്ത് സൈലൻ്റ് ആണ്. വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും. ഇത് നെഗറ്റീവും ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇയാൾ ഫോർവേഡ് ബയാസ്ഡും D2 റിവേഴ്സ് ബയാസ്ഡും. ആ സമയത്ത് D1 കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഹാഫ് സൈക്കിളിൽ D1 ആണ് കറണ്ട് കടത്തി വിടുന്നതെങ്കിൽ അടുത്ത ഹാഫ് സൈക്കിളിൽ D2 ആണ്. ഇങ്ങനെ മ്യൂച്വലി ഓൾട്ടർനേറ്റ് ചെയ്ത് 2 പ്രാവശ്യം, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നാൽ D2 ആ കാര്യം നോക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നാൽ D1 ആ കാര്യം നോക്കും. ഇങ്ങനെ ഇവർ മാറി 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 കറണ്ട് കടത്തിവിടും. എങ്ങനെ? എപ്പോഴും ഒരേ ഡയറക്ഷനിൽ കറണ്ട് എപ്പോഴും ഇതിൽ കൂടെ പോവുക. അപ്പോൾ അത് കറണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുള്ളൂ. ഇതങ്ങനെ വന്ന് ഇങ്ങനെ കറണ്ട് ഉള്ളിലേക്ക് ഒഴുകും. ഇതങ്ങനെ വന്നിട്ട് ഇതുവഴി ഇങ്ങനെ വന്നിട്ട് കറണ്ട് ഇതങ്ങനെയാണ് പോകുന്നത്. പോസിറ്റീവ് ടു നെഗറ്റീവ് ഇതങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കറണ്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഈ ഡയോഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ ആരോയുടെ കൂടെ പോന്നാൽ മതി. ഇത് ആരോ എങ്ങനെയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ, ഈ ലോഡിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് വന്ന് ഇങ്ങോട്ട് ഒഴുകും. ഇവിടെ ആണെങ്കിലോ ഇങ്ങനെ കറണ്ട് വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകും. അപ്പോൾ മുഴുവൻ സമയം ലോഡിൽ കൂടെ ഒരേ ഡയറക്ഷനിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്കതേ ആവശ്യമുള്ളൂ. അപ്പോൾ ബാറ്ററി കഴിഞ്ഞ തവണ 10 മിനിറ്റ് എടുത്തിരുന്നെങ്കിൽ ഇത് 5 മിനിറ്റ് കൊണ്ട് ചാർജ് ചെയ്യും. കാരണം 10 മിനിറ്റ് എടുത്ത് എന്തുകൊണ്ടാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ് നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ മാത്രമേ ചാർജിങ് ഉള്ളൂ. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ചാർജിങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഇപ്പം എന്താ അവസ്ഥ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ചാർജിങ് നടക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ചാർജിങ് നടക്കും. അതുകൊണ്ടാണ് ഞാൻ ഇരട്ടി എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാൻ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ എന്താ റെക്ടിഫയർ? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. എ ഡിവൈസ് വിച്ച് കൺവേർട്സ് AC ടു പൾസേറ്റിംഗ് DC. ആ വാക്കിന് നല്ല പ്രാധാന്യമുണ്ട്. ഇത് നോക്കൂ, ഇത് DC ആണ്, പക്ഷേ ഇതിന് പൾസസ് ആയിട്ടാണ് ഇങ്ങനെ എന്താ പറയുക തിരമാല പോലെയാണത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തിരമാല ഈ ഒരു വേരിയേഷൻസ് ഒഴിവാക്കാൻ നമ്മൾ കപ്പാസിറ്റർ എന്നൊരു ഡിവൈസ് പഠിച്ചിട്ടുണ്ട്. AC ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ AC എന്നുള്ള ഭാഗത്ത് കപ്പാസിറ്റർ ഇൻഡക്ടർ എന്നുള്ള ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. AC ത്രൂ കപ്പാസിറ്റർ, AC ത്രൂ ഇൻഡക്ടർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം നമ്മളിതിൻ്റെ പൾസേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം ഒഴിവാക്കാനോ മിനിമൈസ് ചെയ്യാനോ ഉപയോഗിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ റിപ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടി, അഥവാ ACയുടെ ആ ഒരു എന്താ പറയുക പൾസേറ്റിംഗ് ആയിട്ടുള്ള നേച്ചർ ഒഴിവാക്കാനായിട്ട് നമ്മൾ ലോഡിന് പാരലായിട്ട് കപ്പാസിറ്റർ കൊടുക്കും. നമ്മൾ ഫിൽട്ടർ സർക്യൂട്ട്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ പറയുന്ന റിപ്പിൾസ്, അതായത് ഈ പൾസേറ്റിംഗ് എലമെൻറ്റ് ഇൻ ACക്ക് പറയുന്ന പേരാണ് റിപ്പിൾസ്. റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? തിരമാല എന്നല്ലേ അർത്ഥം. അപ്പോൾ ആ റിപ്പിൾസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലോഡിന് പാരലായിട്ട് കപ്പാസിറ്റർ ഇടും. ക്ലിയർ? അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഈ റിപ്പിൾസ് ഒഴിവാക്കിയിട്ട് സംവാട്ട് സ്റ്റഡി ആയിട്ടുള്ള, ഫുള്ളി സ്റ്റഡി അല്ല, പക്ഷേ ഇതിൻ്റെ ഇത്രയും വലിയ ഫ്ലക്ച്വേഷൻ അങ്ങ് കുറഞ്ഞിട്ട് മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്ലക്ച്വേഷനുള്ള റെക്ടിഫൈഡ് AC നമുക്ക് കിട്ടും. റെക്ടിഫൈഡ് AC വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് റിപ്പിൾസ് കുറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷന് പകരം നേരിയ ഫ്ലക്ച്വേഷൻ. ക്ലിയർ? അതാണ് റിപ്പിൾ ഫാക്ടർ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയാം. അത് നമ്മൾ കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? പൾസേറ്റിംഗ് DC ആണ്. ക്ലിയർ? പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന കണ്ടീഷൻസിൽ ഹെവിലി കണ്ടക്ട് ചെയ്യുകയും റിവേഴ്സ് ബയസ്ഡ് ആയിട്ട് കണ്ടക്ഷനിൽ നോ കണ്ടക്ഷൻ, നോ കറണ്ട്. അതാണ് അതിൻ്റെ തത്വം. ഡയോഡിൻ്റെ സ്വഭാവം അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിളും.
PN junction conducts heavily in forward biased, no conduction in during reverse biased. Working എന്താണ്? During positive half cycles, current flows through the diode D2. ഞാൻ പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആരുടെ കൂടെയാണ് കറണ്ട് പോകുന്നത്? D2. While D1 റെസ്റ്റ് ചെയ്യും. ഇനി whereas the diode D1 conducts, D1 എപ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുമ്പോൾ. D1 ആക്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിൽ. D2 ആക്ടിവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈസ് ഫോർ ദ ഫുൾ ഇൻപുട്ട്. മുഴുവനും, ഉണ്ണിന്ന് വേണ്ട, ഉണ്ണിന്ന് ആവശ്യമില്ല. ഈ റെക്ടിഫയർ ഔട്ട്പുട്ട് ഈസ് ഫോർ ദ ഫുൾ ഇൻപുട്ട്. മുഴുവൻ ഇൻപുട്ടിലും നമുക്ക് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. അതുകൊണ്ടാണ് അതിനെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുക. നേരത്തെ നമുക്ക് ഓൺലി ഹാഫ് വേവിലാണ് കിട്ടിയിരുന്നത്, ഇപ്പോൾ നമുക്ക് മുഴുവൻ വേവിലും കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഫുൾ വേവ് റെക്ടിഫയർ. ക്ലിയർ? അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇരട്ടി എഫിഷ്യൻസി ഉണ്ടെന്നുള്ളതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ക്ലിയർ? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കാം, പഠിക്കാം.